ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ എന്താണ്, ഇതിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്സ് എന്താണ്, അതേപോലെ തന്നെ ഈ പ്രൈസ് ആക്ഷൻ വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാനും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ കുറച്ചുകൂടെ സിമ്പിളറായിട്ട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ട്രേഡ് ചെയ്യുന്നത് റിസ്ക് ആണ്. നല്ല പോലെ പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാവൂ. നിങ്ങൾ നല്ല പോലെ പഠിക്കാതെ ആദ്യമേ പൈസ എടുത്ത് ട്രേഡ് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിലുള്ള കുറേ ലോസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദയവ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചിട്ട് ട്രേഡും കാര്യങ്ങളും ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഡിസ്ക്ലൈമർ കഴിഞ്ഞു. ഇനി മുതൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രൈസ് ആക്ഷൻ, എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക്, അതേപോലെ നമുക്ക് എങ്ങനെ പ്രൈസ് ആക്ഷൻ ട്രേഡിങ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഒരു ചാർട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇൻഡിക്കേറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാലും അത് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു പ്രൈസ് ആക്ഷൻ നടന്നു കഴിഞ്ഞു, അതിനനുസരിച്ചുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ഇൻഡിക്കേറ്റേഴ്സും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ RSI എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെ നടന്നു കഴിഞ്ഞു, ഈ ചാർട്ടിൽ വന്നു, അതിനുശേഷമാണ് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കാണിക്കുന്നത്. ഈ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എതിരഭിപ്രായം ഒരുപാടുണ്ടാവാം. പക്ഷേ ഞാൻ പറയുന്നത് ഒരു പ്രൈസ് ആക്ഷൻ പെർസ്പെക്റ്റീവ് എന്നാണ്. നമുക്ക് ഒരു ചാർട്ട് റീഡ് ചെയ്ത് നമുക്ക് ഇപ്പോൾ പ്രൈസ് ആക്ഷൻ അറിയാമെങ്കിൽ ആ ചാർട്ട് പ്രോപ്പറായിട്ട് റീഡ് ചെയ്ത് എന്താണ് ഇനി ഫ്യൂച്ചറിൽ പ്രൈസ് നടക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മളിപ്പോൾ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അതിനനുസരിച്ച് അവിടെ തട്ടുമ്പോൾ തിരിച്ചു പോവും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പ്രൈസ് ആക്ഷൻ കറക്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. എന്താണ് പ്രൈസ് ആക്ഷൻ എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചാർട്ടിൽ നോക്കിയിട്ട് എങ്ങനെയാണ് പ്രൈസ് എങ്ങനെയാണ് മാർക്കറ്റ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. വേറെ ഒരു ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ ഉപയോഗിക്കാറില്ല. ഈച്ച് ക്യാൻഡിൽസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ ഏറ്റവും കൂടുതൽ കൺട്രോളിൽ നിൽക്കുന്നതെന്ന്. മാർക്കറ്റ് ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയേണ്ടത് ക്രൂഷ്യലായിട്ടുള്ള സ്റ്റെപ്പാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റ് അപ്പ് പോവോ ഡൗൺ പോവോ എന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ റിയൽ പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ അതിൽ മെയിനായിട്ട് 2 കൺസെപ്റ്റാണ് ഉള്ളത്. ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട പ്രൈസ് ആക്ഷൻ ഉണ്ട്, ഒന്ന് അവോയ്ഡ് ചെയ്യേണ്ട പ്രൈസ് ആക്ഷൻ ഉണ്ട്. ഞാനൊരു മാർക്കറ്റ് ഒരു ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ നിന്നൊരു സ്റ്റോറി ഉണ്ടാക്കാനാണ് ശ്രദ്ധിക്കാറുള്ളത്. അതിൻ്റെ അപ്സും ലോസും ഒക്കെ എടുത്തിട്ട് ചെറിയൊരു സ്റ്റോറി മാർക്കറ്റ് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാണ് ഞാൻ നോക്കാറുള്ളത്. നമ്മൾ ഇതിൽ പാറ്റേൺ ട്രേഡിങ്ങും അവോയ്ഡ് ആകുന്നുണ്ട്. അതായത് ഒരു പാറ്റേൺ കണ്ടിട്ട് ഓക്കെ ഈ ഒരു പാറ്റേൺ വന്നു, ഒരു ട്രയാങ്കിൾ പാറ്റേൺ വന്നു, ആ ഒരു പാറ്റേൺ കണ്ട ഉടനെ നമ്മൾ അവിടെ നിന്ന് ട്രേഡ് ചെയ്യാൻ പോകുന്നു. അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു മാർക്കറ്റ് എന്താണ് നമ്മളുടെ പറയുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ട്രേഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പാറ്റേൺസ് അവോയ്ഡ് ചെയ്യും, അതേപോലെ തന്നെ ട്രെൻഡ് ലൈൻസ് അവോയ്ഡ് ചെയ്യും, ഇൻഡിക്കേറ്റേഴ്സ് അവോയ്ഡ് ചെയ്യും. ഇത്രയാണ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് റിയലിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്തു കളയാനുള്ള മെയിൻ റീസൺ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ പഠിച്ചു വെച്ച കാര്യങ്ങളിലാണ് പറയുന്നത്. അതായത് ഇത് ജസ്റ്റ് 2 ഇമാജിനറി ലൈനാണ്. ഈ മാർക്കറ്റ് എന്താണ് പറയുന്നത്, എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് നമ്മൾ ജസ്റ്റ് ഒരു റാൻഡായിട്ട് 2 ലൈന് വരച്ചിട്ട് അവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബൈ ചെയ്യും, അതിന് മേളിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് സെല് ചെയ്യും, അവിടെ നിന്ന് മേളിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് സെല് ചെയ്യും. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ട്രേഡ് ഇറക്കാറുള്ളത്. അപ്പോൾ അത് റോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം മാർക്കറ്റ് എന്താണ് നമ്മളുടെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാണ്ടാണ് ഈ ഒരു ട്രേഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് മുഴുവൻ അവോയ്ഡ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ ഈ പ്രൈസ് ആക്ഷൻ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ റെസിസ്റ്റൻസും സപ്പോർട്ടും ഇതിൽ ഉപയോഗം പ്രൈസ് ആക്ഷനിൽ ആവശ്യമില്ല എന്ന് പറയുന്നതും അതാണ്. അതായത് ഈ ഒരു ലൈന്
ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ വരച്ച ഒരു ലൈനാണ്. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈന് കഴിഞ്ഞു. അവിടെ യാതൊരു മാർക്കറ്റ് നമുക്ക് എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈൻ അത്രയേ ഉള്ളൂ. ഇത് മാർക്കറ്റല്ല. മാർക്കറ്റിന് നമ്മളിവിടെ വരയ്ക്കുന്നു എന്നൊന്നും മാർക്കറ്റിന് അറിയത്തില്ല. മാർക്കറ്റ് അത് ബോധേടേണ്ട ആവശ്യമല്ല. നമുക്ക് ഈ ക്യാൻഡിൽസ് എന്താണ് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു 1 hour ചാർട്ടാണ്. ഇതിൽ റെഡും ഗ്രീനും ആയിട്ട് കുറേ ക്യാൻഡിൽസ് നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ വിക്കും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഈച്ച് ക്യാൻഡിൽ നമുക്ക് പറഞ്ഞു തരുന്നത് 1 hourൽ എന്ത് പ്രൈസ് മൂവ്മെൻ്റ് ആണ് നടന്നിട്ടുള്ളത് എന്നാണ് ഓരോ ക്യാൻഡിലും നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ക്യാൻഡിൽസ് അറിയാമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഇതൊരു ബെയറിഷ് ക്യാൻഡിലാണ്, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഞാനൊരു 1 hour ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 1 hourൽ പ്രൈസ് എത്ര വരെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൽ കുറച്ച് പാർട്സ് പറയുകയാണെങ്കിൽ ഏറ്റവും ഹൈ വന്നിരിക്കുന്നത് ഈ ഒരു പാർട്ടിലാണ്. ഈ ചെറിയ വരേനെയാണ് നമ്മൾ വിക്ക് എന്ന് പറയുന്നത്. ഇത് ബോഡി, പിന്നെ ഇതും വിക്കാണ്. ഓപ്പൺ ചെയ്തത് അതാണ് ഓപ്പൺ പ്രൈസും. അവിടെ നിന്ന് മാർക്കറ്റ് പിന്നെ താഴോട്ട് പോയി എവിടെയാണ് ക്ലോസ് ചെയ്തത്, ആ ഒരു 1 hourൽ എവിടെയാണ് ക്ലോസ് ചെയ്തതെന്ന് വെച്ചാണ് ക്ലോസ് പ്രൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അത് ഈ വിക്ക് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏതുവരെ പോയി അതിനുശേഷം ഇവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ക്യാൻഡിലിന്. ഈ ഒരു ഭാഗത്തിനെ നമ്മൾ റിജക്ഷൻ എന്നും പറയും. കാരണം ഈ ഒരു പ്രൈസിൽ സസ്റ്റെയിൻ ചെയ്തില്ല, അവിടെ നിന്ന് നേരെ താഴോട്ട് വന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിന് നമ്മൾ അവിടെ പ്രൈസ് റിജക്ഷൻ നടന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. 1 hourൻ്റെ ചാർട്ട് എടുക്കുന്നതുകൊണ്ട് ഇത് ഒരു 1 hourൻ്റെ ക്യാൻഡിലാണെന്ന് വെക്കുക. 1 hourൽ ഏറ്റവും കൂടുതൽ ഹൈ പോയത് ഈ ഒരു ലെവലിലാണ്. അവിടെ നിന്ന് നേരെ പ്രൈസ് റിജക്റ്റ് ആയിട്ട് താഴോട്ട് വന്ന് ക്ലോസ് ചെയ്ത് ഈ ഒരു ലെവലിലാണ്. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും ലോ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ ക്ലോസ് ചെയ്യാണ്ട് അവിടെ നിന്ന് റിജക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ലെവലിൽ നമ്മൾ ക്ലോസ് ചെയ്തു. ഇതിനെ നമ്മൾ ബോഡി എന്ന് പറയും. ഇത് ഓപ്പൺ പ്രൈസാണ്, ഇത് ക്ലോസ് പ്രൈസാണ്. ഇത് ഹൈ, ഇത് ലോ. ഇത് ഇത്രയാണ് ഒരു ക്യാൻഡിൽ നമ്മളെപ്പോഴും നോക്കാനുള്ളത്. നമ്മൾ ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് വെക്കുക. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമ്മൾ നോക്കി നമുക്ക് മനസ്സിലാവും കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ എങ്ങനെ റീഡ് ചെയ്യും? ഈ ഒരു ഭാഗത്ത് മുഴുവൻ ഒരു റിജക്ഷൻ നടന്നിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രൈസ് ലെവൽ വരെ ഈ ക്യാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൈസ് ലെവലിൽ നിന്ന് ഏറ്റവും താഴെ ഇതുവരെ തിരിച്ചു വന്നു. എന്നിട്ട് ഈ ഒരു ലെവലിൽ ക്ലോസ് ചെയ്തു. ഈ ഒരു ലെവലിൽ മാത്രമാണ് അതിന് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. ട്രേഡേഴ്സ് ഏകദേശം ഇതുവരെ പ്രൈസ് അപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബെയറിഷ് ആയിട്ടുള്ള ആൾക്കാർ വന്നു നേരെ ഡൗൺ ചെയ്ത് ഈ ഒരു ലെവൽ വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ചെറിയൊരു പോസിറ്റീവ് മൂവ്മെൻറ്റിലാണ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇല്ലേഴ്സ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇവിടെ ഒരു ഹ്യൂജ് റിജക്ഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒരു റിവേഴ്സലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് നമ്മൾ പാറ്റേൺസ് നോക്കാണ്ട് ഒരു ക്യാൻഡിൽസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഫ്യൂച്ചർ നമുക്ക് അതുപോലെ അതനുസരിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റും. അതിനാണ് ഞാൻ ഈ ക്യാൻഡിൽസ് എങ്ങനെ റീഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നത്. എന്തൊക്കെ നോക്കണ്ട എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് വേണ്ട മെയിൻ സംഭവങ്ങളാണ് സ്ട്രക്ചർ, പിന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ഇനി വരുന്ന വീഡിയോസിൽ പറഞ്ഞു തരുന്നതാണ്. പിന്നെ മാർക്കറ്റ് എഫിഷ്യൻസി ഉണ്ട്, മൊമെൻറ്റം ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. ഇത് ഇത്രയാണ് ഞാൻ ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇത്രയും എങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നാണ് ഞാൻ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഞാൻ ഇനിയുള്ള വീഡിയോസിൽ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ക്യാൻഡിൽസ് എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇൻ ഡെപ്തായിട്ട് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് സ്ട്രക്ചർ എന്ന് പറയുന്നത്. മാർക്കറ്റ് അപ്പ് സൈഡ് ആണോ അതോ ഡൗൺ സൈഡ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എവിടെയാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഈ ഒരു ഏരിയയിലാണ്, ഇപ്പോൾ ഈ ജസ്റ്റ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ, ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് വന്നിട്ട് തിരിച്ചു പോകുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് ഒരു
ഡിമാൻഡ് സോണാണ്. ഈ ഒരു മാർക്കറ്റിൽ നിന്നാണ് ഈ ഒരു പ്ലേസിൽ നിന്നാണ് മാർക്കറ്റ് റിജക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതൊരു സപ്ലൈ സോണാണ്. അടുത്തത് മാർക്കറ്റ് എഫിഷ്യൻസി. അതായത് ഇനി മാർക്കറ്റ് എങ്ങനെ തിരിച്ച് ഒരു ഡൗൺ സൈഡിലോട്ട് വരുന്നു, അത് ഒരു കുറച്ച് ഓർഡർ ഫില്ല് ചെയ്യാനായിട്ട് എങ്ങനെ വരുന്നു, അതായത് നമ്മൾ ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് വരുന്ന കാണത്തില്ലേ, അതിനെയാണ് ഈ ഒരു ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇത്രയും ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഒരു ഓർഡർ ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് തിരിച്ചു വരുന്നു, അതിനെയൊക്കെയാണ് മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. മാർക്കറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. എഫിഷ്യൻസിയിലാണ് ഇംബാലൻസും അതേപോലെ തന്നെ ഫെയർ ഗ്യാപ്പ് വാല്യൂ ഒക്കെ വരുന്നത്. മൊമെൻറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നോക്കി അതൊരു ഡൗൺ മൊമെൻ്റ് ആണോ അപ്പ് മൊമെൻ്റ് ആണോ നോക്കുകയാണ്. നല്ലൊരു മൊമെൻറ്റത്തിൽ തന്നെയാണോ പോകുന്നത്, അല്ല അവിടെ ഒരു റിജക്ഷൻ കണക്ക് കാണുന്നുണ്ടോ, ഇനി എങ്ങാനും അവിടെ നിന്ന് പ്രൈസ് തിരിച്ചു വരുമോ എന്നൊക്കെ നോക്കുന്നതാണ് ഈ ഒരു മൊമെൻറ്റം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ എവിടെയായിരിക്കും ഒരു ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ലിക്വിഡിറ്റി വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്ന വീഡിയോസിൽ ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിലായിരിക്കും പോകാൻ വേണ്ടി പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതൊരു ചാർട്ടിലും ഏതൊരു ടൈം ഫ്രെയിമിലും നമുക്ക് ഇത് ഇത്രയും അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ട്രേഡ് കണ്ടുപിടിക്കാനും ആ ഒരു ട്രേഡ് നല്ലൊരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും വേണ്ടി പറ്റും. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്, ഒരു മാർക്കറ്റിന് നമുക്ക് എങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാവുന്നതാണ്. എൻ്റെ അറിവും കാര്യങ്ങളും, ഞാൻ 6 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും വർഷങ്ങൾ കിട്ടിയ അറിവ് എനിക്ക് പറ്റുന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തെറ്റുകളുണ്ടാവാം, അത് നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. എന്തായാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം നല്ല രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കും. താങ്ക് യു.